റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. വയനാട് വാകേരിയിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. മുഖത്തെ ആഴമുള്ള മുറിവിനാണ് ശസ്ത്രക്രിയ. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഈ ഒരു കടുവയ്ക്ക് മുഖത്തുള്ള മുറിവ് 2 ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നതാണ്. മുഖത്ത് മുറിവ് നന്നായിട്ടുണ്ട് എന്നൊക്കെ തന്നെ അറിയാൻ സാധിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അറിയുന്നത് കടുവയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും എന്നുള്ള വിവരങ്ങളാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? വിദ്യ, ഈ കടുവയെ വയനാട്ടിൽ നിന്ന് പിടികൂടി ഇന്നലെ രാവിലെ 8:20 പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു പരിക്കേറ്റ ഈ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും അതുപോലെ പരിചരണവും ഉറപ്പാക്കുമെന്ന്. ആദ്യഘട്ടത്തിൽ ഈ മുഖത്തെ മുറിവ് വൃത്തിയാക്കിയതിനു ശേഷം ആന്റിബയോട്ടിക് ചികിത്സ നൽകുമെന്നാണ് ഇന്നലെ ഡോക്ടർമാർ നമ്മളോട് അറിയിച്ചിരുന്നത്. ഈ മുറിവിന് ശമനം വന്നതിന് ശേഷമാകും 2ാം ഘട്ട ചികിത്സ നൽകുമെന്നും ഇന്നലെ പറഞ്ഞത്. പക്ഷേ വിദഗ്ധ പരിശോധന ഇന്നലെ തന്നെ നടത്തിയിരുന്നു ഈ മുഖത്തെ മുറിവ്. ഇതിൽ നിന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായത് ഈ മുറിവിന് ഏകദേശം 8 സെന്റിമീറ്ററോളം ആഴമുള്ളതാണെന്ന് കണ്ടെത്തിയത്. ഗുരുതരമായ പരിക്കാണെന്ന് ഇന്നലെ തന്നെ വിദഗ്ധമായി നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയിരുന്നു. ഈ ഉൾവരത്തിൽ ഈ കടുവകൾ തമ്മിൽ ഉണ്ടായ കടിപിടിയിലാണ് ഇത്തരത്തിലൊരു മുറിവ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഇന്നലെ തന്നെ വിലയിരുത്തിയിരുന്നത്. ഈ കടുവയ്ക്ക് ഈ പരിക്കിനെ തുടർന്ന് കടുത്ത വേദനയും അതുപോലെ ഔഷധയും ഉണ്ടെന്നും ഇന്നലെ പരിശോധന മനസ്സിലായി. ഇതോടെയാണ് മുഖത്തെ ഈ മുറിവ് ശസ്ത്രക്രിയ നടത്തണമെന്ന ഒരു തീരുമാനത്തിലെത്തി. ഇതനുസരിച്ച് കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് തൃശൂർ മണ്ണുത്തി വെറ്റിനറിയിലെ ശസ്ത്രക്രിയ വിഭാഗം ഡോക്ടർമാർ എത്തി പരിശോധിച്ച് ശസ്ത്രക്രിയ അപ്പോൾ നടത്തണമെന്നുള്ള ഒരു നിഗമനത്തിൽ, ഒരുപക്ഷെ നാളെ തന്നെ നടത്താനാണോ അതല്ലെങ്കിൽ അടുത്ത ദിവസമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഈ വിദഗ്ധ മെഡിക്കൽ സംഘം എത്തി പരിശോധിച്ചതിന് ശേഷമാണ് വ്യക്തമാകുക. എന്തായാലും ഈ മുഖത്തെ മുറിവ് ഗൗരവമുള്ളതാണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിവ് ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ഈ മുറിവിന് ഒരു ശമനം അല്ലെങ്കിൽ ഭേദം ഉണ്ടാകൂ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം എത്തിയിട്ടുള്ളത്. വിദ്യ, ശരി, വ്യക്തമാണ്. വയനാട് വാകേരിയിൽ നിന്ന് പിടികൂടി തൃശ്ശൂരിലെത്തിച്ച നരഭോജി കടുവയ്ക്ക് ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതിനാലാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. വിവരങ്ങളുമായി ചേർന്നത് അനീഷ് ആന്റണിയാണ്. 5 വയസ്സ്